അള്ളാഹു റസൂൽ ചീത്ത പറയുന്ന ഇക്കൂട്ടർ റസൂലുള്ളാഹിന്റെ രോമത്തിന് പോലും ഇല്ലാത്ത സാധുവായ എന്നെ ചീത്ത പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല, എനിക്കത് വേദനയുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ പേടിക്കാത്ത ഒരു വസ്തു ലോകത്ത് ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ റസൂലുള്ളാഹിനെ പറഞ്ഞ് തരം താഴ്ത്തുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൊരുമ്പിപ്പോയി, നൊരുമ്പി പൊടിപൊടിയായി പോയി. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയും സാധാരണ മനുഷ്യന്മാരെ പോലെ ഇവിടെ വെച്ചാൽ നൊരുമ്പി പോവുകയും അതിൻ്റെ മുമ്പ് ചീത്ത മണം വരികയും ചെയ്യും, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്തത്, അല്ലെ മറവ് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും അവരുടെ പത്രങ്ങളിലും ബുക്കുകളിലും എഴുതി വെച്ചത് കൊണ്ടുവരുന്നു. ഞാനൊരു പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ കുറേ ആളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ ഇസ്ലാമിൽ വിശ്വാസമില്ല, റസൂൽ അങ്ങനെ കെട്ട് തീർപ്പി പണത്ത് പോവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമുണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് എന്നെ ചീത്ത പറഞ്ഞത് കണക്കൊന്നുമില്ല. എനിക്കെന്താണ് അള്ളാഹു റസൂലിനെ ചീത്ത പറയുന്ന ഇക്കൂട്ടർ റസൂലുള്ളാഹിന്റെ രോമത്തിന് പോലും ഇല്ലാത്ത സാധുവായ എന്നെ ചീത്ത പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല, എനിക്കത് വേദനയുമില്ല. ഏതായിരുന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൊരുമ്പി പോവുകയില്ല, കെട്ടുപോവുകയില്ല, ചീത്ത മണം ഉണ്ടാവുകയില്ല. മറിച്ച് ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയാഇ അലൽ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാഇ. അംബിയാക്കളുടെ ശരീരം തിന്നൽ മണ്ണിന് അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല, അവിടുന്ന് ഒരുമ്പിപ്പോകില്ല, ഒന്നും ആകൂല. അതിലൊക്കെ ഹദീസുകളും തെളിവുകളും ധാരാളം ഉണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് സാധാരണ മനുഷ്യനായി പഠിപ്പിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിലേക്ക് നമ്മളാരും പെട്ടുപോകരുത്.